ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കുറേ കമൻസ് കുറേ പേര് പറഞ്ഞു. എല്ലാവരും അമ്മയുടെ കാര്യം, അമ്മയ്ക്ക് അമ്മ മാത്രം, അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. ഒന്ന് രണ്ട് പേര് പറഞ്ഞു അവരുടെ അമ്മ മരിച്ചിട്ട് ഇത്ര വർഷമായി, എപ്പോഴും ഓർക്കും. സത്യം നമ്മളെല്ലാവരും ഓർക്കും. അപ്പോൾ അഖിൽ കമൻറ്റ് പറയാം, ചേച്ചി ഞാൻ ഈ എഴുതുന്നത് കരഞ്ഞോണ്ടാ, നാട്ടിൽ നിന്ന് മാറി ഇപ്പം കാനഡയിലാന്ന് പറഞ്ഞില്ല, അവിടെ പോയിട്ട് കുറേ വർഷമായി അമ്മയെ ഞാൻ എന്നും ഓർക്കും. അത് നമ്മൾ മാറി നിൽക്കുമ്പോഴേ കൂടുതൽ നമ്മുടെ പേരൻസിനെ പറ്റിയൊക്കെ, കൂടുതൽ പേരൻസ് എന്ന് പറഞ്ഞാൽ അമ്മമാരെ കൂടുതലും അറ്റാച്ച്മെൻറ്റ്. പിന്നെ പറയാൻ പറ്റില്ല, ചില മക്കൾക്ക് പപ്പായോടായിരിക്കും കൂടുതൽ ഇത്. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെന്താ, പിന്നെ കഴിഞ്ഞ സത്യം പറഞ്ഞാൽ റോസ്വില്ല പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞ, ചേച്ചി ഇന്നെന്താ മുത്തേ പിന്നെ ഞങ്ങളുടെ സ്വന്തം ചേച്ചി എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം ഞാൻ ആ വീഡിയോ നോക്കിയിട്ട് ഞാൻ ഇൻട്രോ എടുത്തു വെച്ചു. പക്ഷേ ഇൻട്രോ ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമല്ലേ, ആഡ് ചെയ്തോണ്ടേ അന്ന് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും അത് ശ്രദ്ധിച്ചില്ല, ഞാൻ ഡയറക്റ്റ് അത് ആഡ് ചെയ്തില്ല. അപ്പം നോക്കിയപ്പോഴാണ് അയ്യോ ഞാൻ അത്രയും മെനക്കെട്ട് ഇൻട്രോ എടുത്തത് അത് ആഡ് ചെയ്യാതെ. ആ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ബ്ലെസ്സി ഇന്നലെ ചോദിച്ചു, ബ്ലെസ്സി രാജൻ ചോദിച്ച്, ചേച്ചി റാഗി ഞാൻ ആ പൊടിച്ച് വറത്തില്ലേ, ആ വീഡിയോ എന്തോന്ന് കണ്ടത്, അതെങ്ങനെയാ വറുത്ത് പൊടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി ബിസി ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ കണ്ടില്ല. അതെന്ന് പറയുന്നത് ഞാൻ ഞാൻ വീഡിയോയിൽ ഞാൻ വീണ്ടും പറയാമെന്ന്. റാഗി ഞാൻ വാങ്ങിച്ചിട്ടൊന്ന് കഴുകിയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഭയങ്കര അഴുക്കുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം കഴുകി. പക്ഷേ നമ്മൾ റാഗി കഴുകുമ്പോൾ ഒരു പ്രത്യേക ഇതായിട്ട് വരും, നമുക്ക് തോന്നും അയ്യോ അത് കുഴഞ്ഞു പോകുമോ എന്തോന്നുള്ളത്. ഞാൻ എന്തോന്നാലും പെട്ടെന്ന് കഴുകിയിട്ട് അരിപ്പയിലിട്ട് പെട്ടെന്ന് വെള്ളം വാരാൻ വെച്ചിട്ട് ഞാൻ ഈ വെള്ളം ഇവിടെ തിളപ്പിക്കുമല്ലോ കുടിക്കാൻ, വലിയൊരു ചരുവത്തിൽ ഈ വെള്ളം തിളപ്പിക്കുക. അപ്പം ഞാൻ ബാൽക്കണി വെച്ച്, സാധാരണ ബാൽക്കണി വെച്ചാൽ ഞാൻ ഉണക്കുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ ബിൽഡിങ്ങിനെ പണി നടക്കുന്നതുകൊണ്ട് മൊത്തം പൊടിയാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ കഴുകിയ പാത്രങ്ങളൊക്കെ ബാൽക്കണി വെച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മൊത്തം പൊടിയായിരിക്കും. അപ്പം ഞാൻ ചിന്തിച്ച് ഞാനത് അവിടെ കഴുകിയിട്ട് ഇത്രയും വെക്കുവാണെങ്കിൽ മൊത്തം പൊടികളതിൽ നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല, പിന്നെ പ്രയോജനം. പിന്നെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരുന്നു, ഞാൻ എന്തോ ചെയ്യും, ഞാനെടുത്ത് വെള്ളത്തിൽ ഇടുകയും ചെയ്ത്. പിന്നെ ഞാൻ ചിന്തിച്ച് എനിക്കൊരു വലിയൊരു സ്റ്റീൽ പാത്രം ഉണ്ടായിരുന്നു, 1/2 കിലോയുടെ റാഗിയാണ് വാങ്ങിച്ചേ. അപ്പം ആ പാത്രത്തിൽ വെള്ളം നന്നായി വാർന്നിട്ട് അതിൻ്റെ ആ സ്റ്റീൽ പാത്രത്തിൽ ഇട്ടിട്ട് നിരത്തിയിട്ട് ഞാൻ തിളപ്പിക്കത്തില്ല, വെള്ളം കുടിക്കാൻ തിളപ്പിക്കത്തില്ല, ഒരു ചരുവത്തി അതിൻ്റെ മുകളിൽ വെച്ച്. അപ്പം നന്നായിട്ട് ആ സ്റ്റീൽ പാത്രം ചൂടായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് ഉണങ്ങിക്കിട്ടി. ബാജര അതുപോലെ ചെയ്തത്. പക്ഷേ നിങ്ങൾ അഥവാ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ 1/2 കിലോ വെച്ച് ചെയ്യേണ്ട കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്താൽ മതി. എനിക്ക് ഒരു ഡൗട്ട്, ഞാൻ ആദ്യം ഒന്നത് പിന്നെ വറുത്ത് എല്ലാ പൊടികളൂടെ വറുത്തു. അപ്പോൾ കുറേ ഉണ്ട്, 3 ഐറ്റംസ് ഞാൻ 1.5 കിലോയോളം വന്നില്ലേ അരിച്ചാണ് ഞാൻ വെച്ചത്. എന്നിട്ട് ഇന്നലെ എടുത്തോണ്ട് എനിക്ക് ഒരിത്തിരി കട്ട പോലെ അത് തോന്നി. പിന്നെ ഞാൻ വീണ്ടും അതൊന്നുകൂടെ നന്നായിട്ട് വറുത്ത് വെച്ച്. നിങ്ങൾ അങ്ങനെ ചെയ്യും. നമ്മൾ ഈ മില്ലി പൊടിക്കുന്നത് എത്രയ്ക്കാണെങ്കിലും മില്ലി പൊടിക്കുന്നത് വീട്ടിൽ പൊടിക്കുന്നതായിട്ട് ഒരു വ്യത്യാസം വരുമെന്നാണ് എനിക്ക് തോന്നിയത്. കുറേശ്ശെ എടുത്ത് അങ്ങനെ ഉണ്ടാക്കി പിന്നെ പൊടിച്ച് വെക്കുന്നെങ്കിൽ വെക്ക്. ഞാനിപ്പം ടേസ്റ്റൊന്നുമല്ല നോക്കുന്നത്. ഇവിടെ പിള്ളേർക്ക് ഇങ്ങനെ അതിൻ്റെ ദോശയൊക്കെ ഉണ്ടാക്കി അവന്മാർ ഡയറക്റ്റ് അത് ഇട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഞാൻ എപ്പം ദോശയ്ക്കോ ഇഡലിക്കോ അരി അരയ്ക്കുവാണെങ്കിൽ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഇടും. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല, ആർക്കും മനസ്സിലാവത്തുമില്ല. അപ്പം ശരീരത്തിന് നല്ലതല്ലേ മില്ലറ്റ്, 3 എണ്ണം കൂടെ ചേർന്നതല്ലേ, ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ഞാനിങ്ങനെ കുഴക്കട്ട അങ്ങനെ പല ഓരോന്നുണ്ടാക്കി നമ്മൾ സ്വാദ് നോക്കുവാണെങ്കിൽ ശരിയാവത്തില്ല, പക്ഷേ നമ്മുടെ ഹെൽത്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ കഴിക്കാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഓർത്ത് ഞാൻ ഇടയ്ക്ക് പറയാം കേട്ടോ. ഇന്ന് രാവിലെ പൊഹയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൈസൻ രാവിലെ എഴുന്നേറ്റ് വരുവാണെങ്കിൽ വരുന്നാണ് ചോദിക്കും, ഇന്നെന്തുവാ ഇന്നതാന്നൊക്കെ കാണുമ്പം ആളങ്ങ് തിരിച്ചു പോകും. ഞാൻ പറയും, എടാ ഞാൻ എന്തുവാടാ എന്നും ഉണ്ടാക്കേണ്ടിയത്, കഴിഞ്ഞ ദിവസം ഇഡലിയായിരുന്നു, ഇഡലിയുടെ കൂടെ എന്തുവാ, ഞാൻ പറഞ്ഞ് ചമ്മന്തിയാ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എന്തുവാടാ ഉണ്ടാക്കണേ. അപ്പോൾ റീച്ചാനോടെ ചോദിച്ചാടാ പിന്നെ എന്തുവാ ഉണ്ടാക്കണ്ടിയേ. അവന് പാസ്ത മാഗി ഇതൊക്കെയാണെങ്കിൽ അവർ ഹാപ്പി.
പിന്നെ കുഴക്കട്ട ഇഷ്ടമാണ്. പിന്നെ എന്നും കുഴക്കട്ട ഉണ്ടാക്കത്തില്ല. കുഴക്കട്ട അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇലയില്ലാതെ നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ പാനയിലൊഴിച്ചുള്ളത്. പിന്നെ ദോശമാവ് മാവ് കലക്കി ഒഴിച്ചുള്ള അടയല്ല, നമ്മൾ മടക്കപ്പം എന്ന് പറയുന്നത് അതല്ല. അതേ പിന്നെ അതിൻ്റെ അകത്തെ സാധനങ്ങൾ തന്നെ നമ്മൾ ഫോയിൽ പേപ്പറിലോ വല്ലതും മടക്കി വെച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ അടുക്കളയിൽ ഒരു ബക്കറ്റുണ്ട്. ആ ബക്കറ്റിൻ്റെ അകത്ത് കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. നേരത്തെ അടപ്പുള്ളൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു, അത് എപ്പോഴും താഴേന്ന് കുനിഞ്ഞ് ഈ നടുവിന് പ്രശ്നമായ പിന്നെ അധികം അല്ലേലും നമ്മളങ്ങ് അറിയാതെ കുനിയും. അതുകൊണ്ട് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ വെച്ചേക്കുക. അപ്പം സാബുദാണ കണ്ടാണ് കുറേ ദിവസം കൊണ്ട് അന്ന് സാബുദാണ കിച്ചടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് മോളിബാബുവും പറഞ്ഞായിരുന്നു ഒരു സാബുദാണയുടെ പായസം റെസിപ്പി കാണിക്കണേന്ന്. ഇവൻ കുറേ ദിവസം കൊണ്ട് കാണിക്കുമോ, ഞാൻ സാധാരണ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് വെറുതെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന നാളി. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആ റെസിപ്പി ഇടാഞ്ഞത്. അപ്പോൾ ഇവനും ഇങ്ങനെ അതുകൊണ്ട് നടക്കുക. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം പുകയുണ്ടാക്കിയുണ്ടേ പ്രിൻസിയാണെന്ന് തോന്നുന്നു പറഞ്ഞത്, പുകയ്ക്കകത്ത് വെള്ളം ഒഴിക്കത്തില്ലെന്ന്. അറിയാൻ പുകയ്ക്കകത്ത് വെള്ളം ഒഴിക്കത്തില്ലെന്ന്. നമ്മളെല്ലാവരും നമ്മളെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എൻ്റെ കാര്യം എളുപ്പപരിപാടിയല്ലേ നോക്കുന്നത്. അല്ലെങ്കിലും ഈ ചീനച്ചട്ടി ഉണ്ടല്ലേ, നമ്മൾ ഈ പച്ചമുളകൊക്കെ ഇട്ടെന്ന് മൂപ്പിക്കുമ്പോഴത്തേന് അതിൻ്റെ ക്രാണമൊക്കെ ഭയങ്കര ചൂടായി ചട്ടിക്ക്. അപ്പോൾ അതൊന്ന് അടുക്കി പിടിക്കുന്ന പോലെ തോന്നും. പുകയൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് ഇളക്കി ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടിച്ച് വെള്ളം കൂടെ അതിൻ്റെ അടിയിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടാമല്ലോ എന്നും പറഞ്ഞ് ഞാനൊരു സ്വല്പം വെള്ളം ഒഴിക്കാൻ ഇന്ന് ഞാൻ പക്ഷേ 1-2 ടേബിൾ സ്പൂണേ ഒഴിച്ചുള്ളൂ. നേരത്തെ ഞാൻ ഇതിനേക്കായി വെള്ളം ഒഴിക്കുമായിരുന്നു. ഇന്ന് പ്രിൻസിയൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് കഴിവതും തീയൊക്കെ കുറച്ചിട്ടിട്ട് ഒരു സ്വല്പം അടുക്കി പിടിക്കാൻ നേരം കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ഇളക്കി ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി നാരങ്ങ നീര് പിഴിഞ്ഞു, പഞ്ചസാര ചേർത്തു, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ആ ഉപ്പൊക്കെ ഒന്ന് ഡിസോൾവ് ആവാൻ വേണ്ടി. അല്ലെങ്കിൽ ഞാൻ ഉപ്പ് നീരങ്ങ് ഒഴിക്കുമായിരുന്നു. പക്ഷേ ഉപ്പ് നീരെന്ന് പറഞ്ഞാൽ ഉപ്പ് പൊടി എടുത്തിട്ട് അതിലൊരു ഇച്ചിരി വെള്ളം കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ പൊടി ഇടുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പിടിക്കുമെന്നും പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് ഞാൻ പറഞ്ഞാൽ കപ്പലണ്ടി അധികം ഇഷ്ടമല്ലെന്ന്, അതുകൊണ്ട് ഞാൻ കപ്പലണ്ടി വറുത്ത് കോരിയിട്ട് കുറച്ച് ഇതിൽ മിക്സ് ചെയ്തു. ബാക്കി എനിക്കും റയിച്ചാനും ഇഷ്ടം ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടിനും കുറച്ചുകൂടെ ആ പാത്രത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആവി കിടന്നൊന്ന് ഞാൻ അടച്ചിടട്ടെ. നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ചതാണ്, ഇനി ആവി കിടന്ന് വെന്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോഴത്തേക്കിന് ചായയൊക്കെ റെഡിയായി. ചായ ഇനി ഒഴിച്ച് കുടിക്കട്ടെ. ചായ ഇച്ചിരി നേരത്തെ ആയായിരുന്നു. ഈ പുക അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ആവി കിടന്ന് വേവട്ടെന്ന് പറഞ്ഞ് കുറച്ച് സമയം എടുക്കുമല്ലേ, അതുകൊണ്ട് അതിനെ ഒന്ന് അടപ്പത്താക്കിയിട്ട് ചായ എടുത്ത് എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അവിടെ ഇപ്രാവശ്യം നാട്ടിലൊന്ന് പോകണമെന്നുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ നല്ല റേറ്റ്. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഇത്തിരി ഒരു സ്കീം പോലൊക്കെ ഉണ്ടായിരുന്നു, ഇത്തിരി കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല റേറ്റാണ് കാണിക്കുന്നത്. എന്തിനാ അവരായിട്ട് കുറയ്ക്കുന്നത്, ബാക്കി എല്ലാത്തിനും വിലയില്ല, പിന്നെ ഇതായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്. അപ്പം ഞാൻ കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഈ പാറ്റീസ് വെജിറ്റബിൾ പാറ്റീസ് ഡിമാർട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അതൊന്ന് വെച്ചിട്ട് ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. അപ്പം ഒരു ഏത്തക്കയും കൂടെ കൊടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ റേച്ചാൻ അവനെ വിട്ടിട്ട് വന്നിട്ട് അവിടെ നമ്മുടെ നാരങ്ങ വെള്ളക്കാരൻ്റെ അടുത്തുനിന്ന് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് നാരങ്ങ വെള്ളം 2 എണ്ണം വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് 3 പേർക്ക് കുടിക്കാനുണ്ടായിരുന്നു, നമ്മുടെ ഇവിടുത്തെ ചെറിയ ഗ്ലാസ്സിന്. അപ്പം എനിക്കുള്ളതിൽ കുറച്ചുകൂടെ സബ്ജ സീഡ് ഇങ്ങനെ സോക്ക് ചെയ്തിരിപ്പുണ്ടായിരുന്നല്ലേ, കുറച്ചുകൂടെ സബ്ജ സീഡ് ഇട്ട് എന്നിട്ട് കലക്കി കുടിക്കാമെന്ന് വെച്ച്. നല്ല തണുപ്പിച്ച് കഴിയട്ടെ. തണുപ്പ് കുടിക്കുക, എൻ്റെ ചെവി ചൂടി. ഞാനത് കഞ്ഞിക്കലത്തിൻ്റെ മുകളിലോട്ട് വെച്ച്. ഇത്തിരി തണുപ്പുണ്ട്. തണുപ്പ് ചെല്ലുമ്പോൾ എൻ്റെ ചെവിക്കകത്തൊരു ചൊറിച്ചിലുമൊക്കെ വരും ഇച്ചിരി നേരത്തേക്കിന്. അപ്പോൾ ഇന്നത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെക്കട്ടെ. അപ്പം കഴിഞ്ഞ ദിവസം ജോമാസി ചോദിച്ചായിരുന്നു ഈ ചിയ സീഡിന് എൻ്റെ ബെനിഫിറ്റ് എന്തുവാന്ന്. ചിയ സീഡിൻ്റെ അകത്ത് നല്ല ഫൈബറുണ്ട്, നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് നടക്കും, വെയിറ്റ് ലോസ്, അങ്ങനെ പല നല്ല ബെനിഫിറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഞാൻ ഒന്നും അങ്ങനെ രാത്രി ഉപയോഗിക്കാറില്ല. ചില ദിവസം ഇങ്ങനെ
എത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും ദിവസം ഞാൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ മില്ലറ്റ് കൊണ്ടോ അങ്ങനെ വല്ലതും ഈ റൈസൊക്കെ കുറച്ചിട്ട് റൈസും ചപ്പാത്തിയും കുറച്ചിട്ട് മില്ലറ്റ് കൊണ്ടുള്ള സാധനങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ഓട്സൊക്കെ കഴിക്കുന്നുണ്ട്. അത് എന്നൊന്നുമില്ല. ഞാൻ ഇന്നൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് സവാള, ടൊമാറ്റോ, 2 ഉരുളൻകിഴങ്ങ്, പിന്നെ ഇച്ചിരി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി 2-3 വട്ടത്തിൽ അരിഞ്ഞും ചേർത്ത്. അപ്പോൾ ഞാൻ ഇന്നാൾ ഇഞ്ചി പേസ്റ്റ് കുറച്ച് ഞാൻ നമ്മുടെ ഐസ് ട്രേക്കകത്തും വെച്ച് ബാക്കി അല്ലാതെ ഉപയോഗിക്കാനായിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് ഇഞ്ചി പേസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇട്ടുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴറ്റാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കും. അപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ അകത്തൊക്കെ വെള്ളം ഇറങ്ങി നന്നായി ആ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടും. മുട്ടക്കറി അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ചപ്പാത്തിക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൊച്ചവനും പൊടിച്ചെറുക്കനും. അപ്പം പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, സോപ്പൊക്കെ ഇട്ടതാണ്. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്കിത്തിരി മറവി കൂടുതലാണ്. പക്ഷേ ചില കാര്യങ്ങൾ നല്ല ഓർമ്മ കാണും, ചില കാര്യങ്ങൾ എത്ര ഓർത്തിട്ട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഈ ബ്ലൂടൂത്ത് ഒരു ചെവിയിലെ ഉണ്ട്, ഒരു ചെവിയിലെ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളവിടെ ഫ്രണ്ട് റൂമിലെ ബാൽക്കണി അന്ന് ഒരു സൺഡേ ദിവസമായിരുന്നു ക്ലീൻ ചെയ്യാൻ നേരം അത് ഞാൻ ടേബിളിൽ ഊരി വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ അത് കാണുന്നേ ഇല്ല. ഒരെണ്ണം എവിടെ പോയെന്ന് ഈ നിമിഷവും ഞാൻ ചിന്തിച്ചിട്ടും ഓർത്തിട്ടും ഓരോ ഓർമ്മയില്ല അത് എവിടെ പോയെന്ന്. ഒരെണ്ണം കൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഓർഡർ ഉണ്ടായിരുന്നു. എൻ്റെ സ്ഥിരം ഒരു കസ്റ്റമറാണ്, കുറച്ച് അച്ചാർ വേണമായിരുന്നു. ഞാൻ അച്ചാറൊക്കെ അയച്ചു കൊടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ടും ഞാൻ ഓർത്തില്ല. ഞാൻ അന്നേരം ഓർത്തായിരുന്നു ബില്ലിട്ട് കൊടുക്കണമെന്ന്. ഇപ്പം നമ്മുടെ സ്ഥിരം പരിചയക്കാരാകുമ്പം ലേറ്റായിട്ടാകും. അല്ലെങ്കിൽ ഞാൻ ബില്ല് അല്ലെങ്കിലും നല്ല പരിചയക്കാരുണ്ടെങ്കിൽ കൂടുതലും ഞാൻ അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാം ഉണ്ടാക്കി ബില്ലിട്ട് കൊടുക്കാൻ നേരം അവർ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒത്തിരി ഇപ്പം കസ്റ്റമറും അങ്ങനെ നമുക്ക് നല്ല ചിലവായിട്ടുണ്ടെങ്കിൽ എനിക്കത് പ്രശ്നമില്ല. ഇപ്പം ഈ പ്രോൺസൊക്കെ ആണെങ്കിൽ ഞാൻ ആളുകൾ പറയുന്നത് അനുസരിച്ചിട്ടേ ഞാൻ ഇടത്തുള്ളൂ. അത് കാരണം പ്രോൺസിനിപ്പം വീണ്ടും വില കൂടി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രോൺസ് അച്ചാർ ഒരാൾക്ക് 1 കിലോ വേണമായിരുന്നു. 100 രൂപ കിലോയിൽ, 100 രൂപ ഒറ്റയടിക്ക് കൂടി. പയ്യൻ പറയുന്നത് കുറഞ്ഞിട്ടേ ഇല്ലെന്ന്. അപ്പോൾ നമ്മൾ പ്രോൺസൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 കിലോ പ്രോൺസ് വേണമെങ്കിൽ നമുക്ക് 3 കിലോ പ്രോൺസ് വാങ്ങിക്കണം. ബൈ ചാൻസിലെങ്ങാനും ചില സമയത്ത് നമുക്കത് 1 കിലോയിൽ നിന്ന് ഇച്ചിരിയും കൂടെ 3 കിലോ വാങ്ങിക്കുകയാണെങ്കിൽ 1 കിലോയിൽ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ഇച്ചിരി 1 കിലോയിൽ 100 ഗ്രാം കാണും എക്സ്ട്രാ കിട്ടും. ചില സമയത്ത് കറക്റ്റ് 1 കിലോയെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എത്ര രൂപ മുടക്കിയിട്ടാണ് അത് ഇടുന്നതെന്ന് ചിന്തയിൽ. അങ്ങനെ ചിലർ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലാസ്റ്റ് അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതുപോട്ടെ. അപ്പോൾ ഞാൻ ഈ അന്നേരം ചിന്തിച്ചു ബില്ലിട്ട് കൊടുക്കണമെന്ന്. പിന്നെ അങ്ങ് മറന്നുപോയി. 2 ദിവസം കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, വിജി ബില്ലിട്ടില്ലല്ലോ വിജി. അന്നേരം ഞാൻ ഓർക്കുന്ന, അയ്യോ ഞാൻ ബില്ലിട്ട്. അങ്ങനെയും നല്ല മനുഷ്യരുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ഓർക്കും, എന്നാലും അബദ്ധം പറ്റിയത് ഞാനങ്ങ് പറയുക. എൻ്റെ സ്ഥിരം ആളായതുകൊണ്ടാണ് ഞാൻ പിന്നെ നമുക്ക് അറിയാമല്ലോ, വിശ്വസ്തയുണ്ടല്ലോ നമ്മുടെ അടുത്ത്. കുറേ പ്രാവശ്യം ഈ 2-3 വർഷം കൊണ്ട് എൻ്റെ നിന്ന് മിക്കവാറും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് മുംബൈയിലൊന്നുമല്ല, ചെന്നൈയിലോട്ടാണ് എനിക്ക് ഇവിടുന്ന് ചെന്നൈയിലോട്ട് അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയും നല്ല മനുഷ്യരുണ്ടെന്ന് ഞാൻ പറയാം. എൻ്റെ ഓർമ്മക്കേടിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് ഒട്ടും ഓർമ്മ കാണത്തില്ലെന്നുള്ളതാണ്. ഇനി ഞാൻ കാണിക്കുന്നത് ഒരുത്തൻ രാത്രി കിടന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ഞാൻ രാത്രിയിലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഈ പ്രെയറുള്ള സമയത്ത് ഞാൻ നേരത്തെ ചെയ്യും. അപ്പോൾ കിടന്ന് കാണിക്കുന്ന വേലകളും പിന്നെ കൂട്ടുകാരത്തൊക്കെ സംസാരിക്കുന്ന പോലൊക്കെ പല പല കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.